വെൽക്കം ബാക്ക് ടു താലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. നമ്മളിതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ബേസിക് സയൻസിന്റെ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നമ്മുടെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന യൂണിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അറേഞ്ച് ദ ന്യൂട്രിയൻസ് ഗിവൺ ബിലോ based on the quantity in which they are required from higher amount to lower amount. നമുക്കിതാ താഴെ തന്നിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട് അല്ലെ, കുറച്ച് ന്യൂട്രിയൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിനറൽസ് തന്നിട്ടുണ്ട്, ഫാറ്റ് തന്നിട്ടുണ്ട്, പ്രോട്ടീൻ തന്നിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അറേഞ്ച് ദ ന്യൂട്രിയൻസ് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഇൻ വിച്ച് ദേ ആർ റിക്വയർഡ്. അതായത് എത്രമാത്രം ക്വാണ്ടിറ്റി ആവശ്യമാണോ അതനുസരിച്ച് അറേഞ്ച് ചെയ്യുക. തന്നിട്ടുള്ള ന്യൂട്രിയൻസിൽ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമായിട്ടുള്ള ഏതാണോ ആ ന്യൂട്രിയൻറ്റിന്റെ പേര് ആദ്യമേ എഴുതുക. അതിനുശേഷം രണ്ടാമത് കുറച്ചും കൂടെ കുറച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ ആ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, താഴെ കൊടുത്തിരിക്കുന്ന പോഷകങ്ങൾ അവയ്ക്ക് ആവശ്യമുള്ള അളവ് അനുസരിച്ച് ക്രമീകരിക്കുക. കൂടിയ അളവിൽ നിന്ന് കുറഞ്ഞ അളവ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രമീകരിക്കേണ്ടത്. ധാതുക്കൾ, കൊഴുപ്പ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്, ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമ്മളിതാ എല്ലാ മിനറൽസും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വിറ്റമിൻസും അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രിയൻസിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻ, മിനറൽ ഇത്രയും നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം ഈക്വൽ എമൗണ്ടിലല്ല നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. വിറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന അളവിൽ ആവശ്യമുണ്ടോ? ഇല്ല, നമ്മളിതാ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരുന്നു. സോ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത്. അതിനുശേഷമാണ് നമുക്ക് പ്രോട്ടീൻസ് വരുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഫാറ്റ് വരുന്നത്, അതിനുശേഷമാണ് മിനറൽസ് വരുന്നത്. അതിൻ്റെ ആ ഒരു കൂടിയ അളവിൽ നിന്ന് കുറഞ്ഞ അളവിലേക്കാണ് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ. ഇതാണ് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് അല്ലേ. ഒരു കുട്ടി പറയുന്നു, മിനറൽസ് ആൻഡ് വിറ്റമിൻസ് ആർ നീഡഡ് ഓൺലി ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. വിറ്റമിൻസും മിനറൽസും നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രം മതി, സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആവശ്യം മതി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ച് കഴിച്ചാൽ പോരെ എന്ന് ഒരു കുട്ടി പറയുന്നു അല്ലേ. മറ്റേ കുട്ടി എന്താ പറയുന്നത്? വി ഗെറ്റ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇൻ റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓൺലി ബൈ ഹാവിംഗ് പ്ലെന്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഒത്തിരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള വിറ്റമിൻസും മിനറൽസും കിട്ടുള്ളൂ എന്ന് മറ്റൊരാൾ പറയുന്നു. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അതാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഒത്തിരി കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്തിരി കഴിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ധാതുക്കളും വിറ്റമിനുകളും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ പോരെ എന്നാണ് ഒരാളുടെ സംശയം അല്ലെ. മറ്റേ ആൾ പറയുന്നത് എന്താ? ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആവശ്യമായ അളവിൽ വിറ്റമിനുകളും ധാതുക്കളും ലഭിക്കുകയുള്ളൂ. മുകളിലുള്ള പ്രസ്താവനകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ച നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത് വിറ്റമിൻസും മിനറൽസും എന്താണ് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ഹെൽത്ത് അല്ലാന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് കുറച്ചളവിൽ മാത്രം മതി. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന പോലെ, ചോറ് കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ മാത്രം മതി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്താണ്? വിറ്റമിൻസിന്റെയും മിനറൽസിന്റെയും സ്റ്റോർ ഹൗസ് ആണ്. നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ ഈ പറഞ്ഞ പോലെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒത്തിരി കഴിക്കണം എന്നില്ല, ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. സോ എന്നാൽ മാത്രമാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി വരാം, അല്ലാന്നുണ്ടെങ്കിൽ അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക അല്ലെ. സോ ശരിയായ ആരോഗ്യത്തിനും ശാരീരിക പ്രവർത്തനങ്ങളും സുഗമമായി നടക്കുന്നതിനും അനിവാര്യമായ പോഷക ഘടകങ്ങളാണ് വിറ്റമിനുകളും ധാതുക്കളും അല്ലെ. ഇവ ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. പഴങ്ങളും പച്ചക്കറികളും വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കലവറകളാണ് അല്ലെ. ചില രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും ആരോഗ്യം നിലനിർത്താനും ഇവ നമ്മളെ സഹായിക്കുന്നു. സോ നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലെ. അപ്പോൾ മക്കളെ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാമിന് വരിക. സോ മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.